എബ്രായർക്കെഴുതിയ ലേഖനം. ഈ ലേഖനത്തിന്റെ എഴുത്തുകാരൻ ആരാണ് എന്ന് നമുക്ക് തീർത്തു പറയുവാൻ കഴിയുകയില്ല. പൗലോസാണോ അതോ ബർന്നബാസിനെയോ അപ്പൊല്ലോസിനെയോ പോലുള്ള അവന്റെ സഹപ്രവർത്തകരിൽ ഒരാളാണോ ഇത് എഴുതിയതെന്ന് ആളുകൾ കാലങ്ങളോളം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കറിയില്ല. 2-ാം അധ്യായത്തിൽ നിന്നും എഴുത്തുകാരന് യേശുവിന്റെ ചുറ്റുമുണ്ടായിരുന്ന ശിഷ്യന്മാരുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. അതിനാൽ ഈ ലേഖനം അടിസ്ഥാനമിട്ടിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലാണ്. നമുക്ക് ഈ ലേഖനത്തിന്റെ ശ്രോതാക്കൾ ആരാണെന്നോ അവർ എവിടുത്തുകാരാണെന്നോ അറിയില്ല. ലേഖകന് അവരെ നന്നായി അറിയാമായിരുന്നു. അവർക്ക് പഴയ നിയമ തിരുവെഴുത്തുകളിൽ ആഴമേറിയ അറിവുണ്ടായിരുന്നതായി അവൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ചും ബൈബിളിലെ ആദ്യ 5 പുസ്തകങ്ങളായ തോറയെക്കുറിച്ച്. അബ്രഹാമിന്റെ കുടുംബം എങ്ങനെയാണ് ഇസ്രായേൽ ജാതിയായി തീർന്നത് എന്നതിനെക്കുറിച്ചും മോശെ എങ്ങനെയാണ് അവരെ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് അവർക്ക് തോറ ലഭിച്ച സീനായ് മലയിലേക്ക് കൊണ്ടുവന്നത് എന്നും അവിടെ അവർ ദൈവവുമായി ഉടമ്പടി ചെയ്തതും സമാഗമന കൂടാരം പണിതതും പുരോഹിതന്മാർ യാഗങ്ങൾ അർപ്പിച്ചതും തോറയിൽ വിവരിക്കുന്നു. കൂടാതെ വാഗ്ദത്ത ദേശത്തേക്കുള്ള അവരുടെ വഴിയിൽ എങ്ങനെയാണ് അവർ മരുഭൂമിയിൽ അലയേണ്ടി വന്നതെന്നും ഇത് വിശദീകരിക്കുന്നു. ലേഖകൻ കരുതുന്നത് വായനക്കാർക്ക് ഈ കഥകളുടെയെല്ലാം വിശദാംശങ്ങൾ അറിയാമെന്നാണ്. അതിനാൽ വായനക്കാരെല്ലാം യഹൂദ ക്രൈസ്തവർ ആകുവാനാണ് കൂടുതൽ സാധ്യത. അവിടെ നിന്നാണ് ഈ ലേഖനത്തിന്റെ പേര് വരുന്നത്. 10-ാം അധ്യായത്തിൽ നിന്നും ഈ സഭ യേശുവിനോടുള്ള ബന്ധത്തിൽ പീഡനവും കാരാഗൃഹവാസവും നേരിടുകയായിരുന്നു എന്ന് നമുക്ക് സൂചന ലഭിക്കുന്നു. സമൂഹത്തിലെ ചിലർ യേശുവിൽ നിന്ന് അകന്നു പോകുകയും വിശ്വാസം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്തു. ഈ സാഹചര്യങ്ങൾ ഈ ലേഖനത്തിന്റെ ഉദ്ദേശത്തെയും ഘടനയെയും വിശദീകരിക്കുന്നു. ആദ്യം ഒരു ചെറിയ ആമുഖമാണ്. തുടർന്നുള്ള 4 വിഭാഗങ്ങളിൽ ലേഖകൻ യേശുവിനെ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ മുഖ്യ വ്യക്തികളുമായും സംഭവങ്ങളുമായും താരതമ്യം ചെയ്യുന്നു. യേശുവിനെ ആദ്യമായി ദൂതന്മാരും തോറയുമായും താരതമ്യം ചെയ്യുന്നു. രണ്ടാമതായി മോശയും വാഗ്ദത്ത ദേശവുമായി. മൂന്നാമതായി പുരോഹിതന്മാരും മൽക്കീസേദെക്കുമായി. അവസാനം യാഗങ്ങളും ഉടമ്പടിയുമായി. ഈ താരതമ്യ പഠനങ്ങളിൽ ലേഖകന് 2 പ്രധാന ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ലക്ഷ്യം അവരുടെ എല്ലാ വിശ്വാസത്തിനും ഭക്തിക്കും യേശു യോഗ്യനാണെന്ന് കാണിച്ചുകൊണ്ട് യേശുവിനെ ആരെക്കാളും എന്തിനേക്കാളും ശ്രേഷ്ഠനായി ഉയർത്തുക എന്നതാണ്. എന്നാൽ അവന്റെ രണ്ടാമത്തെ ലക്ഷ്യം ഇതാണ്: പീഡനങ്ങൾക്കിടയിലും യേശുവിനോട് വിശ്വസ്തത പുലർത്തുവാൻ വായനക്കാരെ ആഹ്വാനം ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് ലേഖനത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലും യേശുവിനെ ഉപേക്ഷിക്കരുതെന്ന് അവൻ ഒരു ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. നമുക്ക് ആഴങ്ങളിലേക്കിറങ്ങി എങ്ങനെയാണ് ഇവയെല്ലാം ചുരുളഴിയുന്നതെന്ന് നോക്കാം. യേശുവിനെ ഉയർത്തുന്നത് ആമുഖത്തിന്റെ ആദ്യവാചകത്തിൽ ആരംഭിക്കുന്നു. ദൈവം പണ്ട് നമ്മുടെ പൂർവികരോട് വിവിധ രീതിയിൽ സംസാരിച്ചു. എന്നാൽ ഈ അന്ത്യനാളുകളിൽ അവൻ തന്റെ പുത്രനിലൂടെ നമ്മോട് സംസാരിച്ചു. ലേഖകൻ പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഇസ്രായേലിന് തന്നെത്താൻ വെളിപ്പെടുത്തിയ മാർഗങ്ങളെക്കാളെല്ലാം ഉന്നതനാണ് യേശു. തുടർന്ന് അവൻ വിസ്മയിപ്പിക്കുന്ന ഒരു അവകാശവാദം ഉന്നയിക്കുന്നു. യേശു ദൈവമഹത്വത്തിന്റെ തേജസ്സും ദൈവസ്വഭാവത്തിന്റെ കൃത്യമായ മുദ്രയുമാണ്. ഈ അലങ്കാര പ്രയോഗങ്ങൾ യേശുവും ദൈവവും തമ്മിലുള്ള ഏറ്റവും അടുത്ത താദാത്മ്യത്തെ കാണിക്കുന്നു. പ്രകാശകിരണങ്ങൾ സൂര്യന് എങ്ങനെയാണോ അങ്ങനെയാണ് യേശു. അഥവാ ഒരു മെഴുകുപതിപ്പ് മുദ്ര മോതിരത്തിന് എങ്ങനെയാണോ അങ്ങനെയാണ് യേശു. ഈ ലേഖകന് യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല. ദൈവം മനുഷ്യനായി തീർന്ന ദൈവപുത്രനാണ് യേശു. യേശുവിനെക്കുറിച്ചുള്ള ഈ ഉന്നതമായ കാഴ്ചപ്പാടാണ് ശേഷമുള്ള ലേഖനത്തിൽ ഉടനീളം വിവരിച്ചിരിക്കുന്നത്. ആദ്യ വിഭാഗത്തിൽ ലേഖകൻ യേശുവിനെ ദൂതന്മാരുമായി താരതമ്യം ചെയ്യുന്നു. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് വിചിത്രമായി തോന്നിയേക്കാം. എന്തുകൊണ്ടാണ് ദൂതന്മാരുമായി എന്നിങ്ങനെ നിങ്ങൾ ചിന്തിച്ചേക്കാം. യഹൂദ സമ്പ്രദായപ്രകാരം ആവർത്തന പുസ്തകം 33-ാം അധ്യായം 2-ാം വാക്യത്തെ അടിസ്ഥാനമാക്കി തോറയും ദൈവത്തിന്റെ വാക്കുകളും മോശയ്ക്ക് സീനായി പർവ്വതത്തിൽ വെച്ച് ദൂതന്മാരിൽ കൂടി നൽകപ്പെട്ടു എന്ന് പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് യേശു ദൂതന്മാരെക്കാളും ഉന്നതനാണ് എന്ന് പറയുന്നതിലൂടെ ലേഖകൻ അവകാശപ്പെടുന്നത് യേശുവും അവന്റെ സുവാർത്തയുടെ സന്ദേശവും ദൈവത്തിന്റെ മുൻകാല സന്ദേശവാഹകരേക്കാൾ ഉന്നതമാണെന്നാണ്. ആദ്യത്തെ മുന്നറിയിപ്പ് ഈ വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇസ്രായേൽ ദൂതന്മാർ മുഖാന്തരം നൽകപ്പെട്ട തോറയെ ശ്രദ്ധിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെങ്കിൽ ദൈവത്തിന്റെ പുത്രനിലൂടെ പ്രസ്താവിക്കപ്പെട്ട സന്ദേശത്തിന് നാം എത്ര അധികം ശ്രദ്ധ കൊടുക്കണം. അതുമാത്രമല്ല, യേശുവിന്റെ പദവി ദൂതന്മാരെക്കാൾ വളരെ ഉയർന്നതാണെന്നിരിക്കെ മനുഷ്യനായി തീരുവാനും കഷ്ടം സഹിച്ചു മരിക്കുവാനും വേണ്ടി ആ ഉന്നത പദവി ത്യജിച്ചത് എത്ര ശ്രദ്ധേയമാണ്. മനുഷ്യരാശിയുടെ ദാരുണമായ വിധിയോട് യേശു സഹതാപത്തോടെ ചേർന്ന് നിൽക്കുമ്പോൾ അവനിൽ നമ്മൾ ദൈവത്തിന്റെ വലിയ മഹത്വവും എളിമയും കാണുന്നു. അധ്യായം 3-ലും 4-ലും യേശു മോശയെക്കാളും ഉന്നതനാണെന്ന് ലേഖകൻ വാദിക്കുന്നു. നമുക്ക് അറിയാവുന്നതുപോലെ മോശയാണല്ലോ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിക്കുകയും സമാഗമന കൂടാരം പണിയുകയും ചെയ്തത്. അതുപോലെ യേശുവും ദൈവജനത്തിന്റെ നേതാവാണ്.
എന്നാൽ അവനിൽ നാം വെറുമൊരു കൂടാരത്തിന്റെ നിർമ്മാതാവിനെയല്ല, മറിച്ച് സകല സൃഷ്ടിയുടെയും നിർമ്മാതാവിനെയാണ് കാണുന്നത്. പിന്നീട് എങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ മോശയ്ക്കെതിരെ മത്സരിച്ചതെന്നും ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന വാഗ്ദത്ത ദേശത്ത് വിശ്രാമത്തിലേക്ക് കടക്കുവാനുള്ള അവസരം അവർക്ക് നഷ്ടമായതെന്നും ലേഖകൻ വിവരിക്കുന്നു. അങ്ങനെ ഇവിടെ രണ്ടാമത്തെ മുന്നറിയിപ്പ് വരുന്നു. യേശു മോശയേക്കാൾ വലിയവനാണെങ്കിൽ അവനെതിരെ നമ്മൾ മത്സരിച്ചാൽ നഷ്ടസാധ്യത എത്രയോ വലുതാണ്. നമ്മളും അവരെപ്പോലെ മരുഭൂമിക്ക് തുല്യമായ ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ട് നമ്മളും ദൈവത്തിന്റെ പുതിയ സൃഷ്ടിയിലുള്ള ഭാവി വിശ്രമത്തിനായി ദൈവത്തിൽ ആശ്രയിക്കണം. അതുകൊണ്ട് ഇസ്രായേൽ മരുഭൂമിയിൽ ചെയ്തതുപോലെ മത്സരിച്ച് ദൈവത്തിന്റെ പുതിയ സൃഷ്ടിയിൽ പ്രവേശിക്കുവാനുള്ള അവന്റെ കൃപാവാഗ്ദാനം നഷ്ടപ്പെടുത്തുകയില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. 5 മുതൽ 7 വരെ അധ്യായങ്ങളിൽ ലേഖകൻ യേശുവിനെ അഹരോന്റെ നിരയിൽ നിന്നും വന്ന ഇസ്രായേലിന്റെ പുരോഹിതന്മാരുമായി താരതമ്യം ചെയ്യുന്നു. അവരുടെ പങ്ക് ഇസ്രായേലിനെ ദൈവത്തിനു മുന്നിൽ പ്രതിനിധാനം ചെയ്ത് ജനങ്ങളുടെ പാപപരിഹാരത്തിനായി യാഗങ്ങളെ അർപ്പിക്കുക എന്നതായിരുന്നു. പക്ഷേ അവൻ ചൂണ്ടിക്കാണിക്കുന്നത് പുരോഹിതന്മാർ തന്നെ ധാർമ്മികമായി കുറവുള്ളവരായിരുന്നു. അതിനാൽ അവർക്ക് നിരന്തരം തങ്ങളുടെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും മറ്റെല്ലാവർക്കും വേണ്ടിയും യാഗങ്ങൾ അർപ്പിക്കേണ്ടതായി വന്നു. അതിലുപരിയായതെന്തോ ആവശ്യമായിരുന്നു. അതിനാൽ യേശുവാണ് ആ അതിലുപരിയായത് എന്ന് അവൻ വാദിക്കുന്നു. അവനാണ് ആത്യന്തിക പുരോഹിതൻ. പക്ഷേ യേശു വന്നത് അഹരോന്റെ നിരയിൽ നിന്നല്ല, മറിച്ച് യേശു അബ്രഹാമിന്റെ കഥകളിൽ പ്രത്യക്ഷപ്പെടുന്ന പുരാതന യെരുശലേമിൽ നിന്നുള്ള നിഗൂഢ പുരോഹിത രാജാവായ മൽക്കീസേദെക്കിന്റെ ക്രമത്തിലെ പുരോഹിതനായിരുന്നു. നാം സങ്കീർത്തനം 110 കാണുന്നത് ദാവീദിന്റെ നിരയിൽ നിന്നുമുള്ള മശിഹാ രാജാവ് മൽക്കീസേദെക്കിന്റെ പ്രകാരമുള്ള ഒരു പുരോഹിതനായിരിക്കും എന്നാണ്. അതുകൊണ്ട് ലേഖകന്റെ മൊത്തത്തിലുള്ള ആശയം ഇതാണ്: യേശുവാണ് ആത്യന്തിക പുരോഹിത രാജാവ്. അവൻ ധാർമ്മികമായി കുറ്റമറ്റവനാണ്. അവൻ തന്റെ ജനത്തിന് നിത്യമായി ലഭ്യമാണ്. അതിനാൽ ദൈവത്തിനും മനുഷ്യർക്കുമിടയിലുള്ള മറ്റേതൊരു മധ്യസ്ഥനേക്കാളും അവൻ ഉന്നതനാണ്. അങ്ങനെ അവന്റെ ഈ ഭാഗത്തുള്ള മുന്നറിയിപ്പ് വരുന്നു. യേശുവിനെ ത്യജിക്കുക എന്നാൽ ഒരുവന് ദൈവവുമായി നിരപ്പ് പ്രാപിക്കുവാനുള്ള ഏറ്റവും ഉത്തമമായ ഏക അവസരത്തെ ത്യജിക്കുക എന്നാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഇത് നമ്മളെ 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിലെ അവസാന താരതമ്യത്തിലേക്ക് എത്തിക്കുന്നു. മന്ദിരത്തിൽ അർപ്പിച്ച എല്ലാ മൃഗയാഗങ്ങളെക്കാളും ഉന്നതമായ ആത്യന്തിക യാഗമായിരുന്നു യേശുവിന്റെ ക്രൂശില മരണമെന്ന് ലേഖകൻ കാണിക്കുന്നു. ആ യാഗങ്ങൾ ഇടവിടാതെ ദിനംപ്രതിയും വർഷം തോറും പാപപരിഹാര ദിവസത്തിൽ ചെയ്യേണ്ടതാണ്. യേശു തന്റെ ജീവനെ ഒരിക്കൽ എല്ലാവർക്കുമായി അർപ്പിച്ചു. അത് മുഴുലോകത്തിന്റെയും പാപത്തിന് പര്യാപ്തമായിരുന്നു. അതുകൊണ്ട് യേശുവിൽ നിന്നും അകന്നു പോകുന്നതിനെപ്പറ്റി ലേഖകൻ വായനക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അത് കൃപയുടെ വാഗ്ദാനമായ ദൈവിക ക്ഷമയ്ക്ക് നേരെ പുറംതിരിയുന്നതുപോലെയാണ്. നിങ്ങൾ എന്തിനത് ചെയ്യണം? യേശുവിന്റെ യാഗം ശാശ്വതമാണെന്നും ഇത് പുതിയ ഉടമ്പടിയുടെ അടിസ്ഥാനമാണെന്നും അവൻ പറയുന്നു. ഇത് പ്രവാചകന്മാരിലൂടെ പറയപ്പെട്ടതും ഈ യാഗത്തിൽ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടതുമാണ്. ഇപ്പോൾ യേശുവിനെ ഈ എല്ലാ താരതമ്യ പഠനങ്ങളിലൂടെയും ലേഖകൻ ഉയർത്തിയിരിക്കെ ഈ അവസാന ഭാഗം യേശുവിനെ അനുഗമിക്കുന്നതിനുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്. അതിനാൽ ഉന്നതമായി ചിന്തിക്കുക. യേശുവിൽ അവർ ദൈവത്തിന്റെ സാക്ഷാൽ വചനം കണ്ടെത്തി. യേശുവിൽ അവർക്ക് പുതിയ സൃഷ്ടിക്കായുള്ള പ്രത്യാശയുണ്ട്. യേശു നിത്യപുരോഹിതനാണ്. അവൻ കുറ്റമറ്റ യാഗമാണ്. അതുകൊണ്ട് തിരുവെഴുത്തുകളുടെ കഥകളിൽ കാണുന്ന വിശ്വാസത്തിന്റെ എല്ലാ വലിയ മാതൃകകളെയും അവർ പിന്തുടരണം. ഏത് കഷ്ടതയുടെയും പീഡനത്തിന്റെയും മധ്യത്തിൽ ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിക്കുകയില്ല എന്ന് വിശ്വസിച്ച് അവർ യേശുവിനോട് വിശ്വസ്തരായി തുടരണം. അതാണ് ലേഖനത്തിൽ ഉടനീളമുള്ള അടിസ്ഥാന ചിന്തയുടെ ഒഴുക്ക്. അതിനെ ഇവിടെ ലേഖകൻ പ്രബോധനത്തിന്റെ ഒരു സംക്ഷിപ്തമായ വാക്ക് എന്ന് വിളിക്കുന്നു. ഈ ലേഖനം വായിക്കുന്നതിനുള്ള ചില അധിക നിർദ്ദേശങ്ങൾ ഇവയാണ്. ലേഖകൻ പഴയ നിയമ തിരുവെഴുത്തുകളിൽ നിന്നും ഉദ്ധരിക്കുമ്പോഴെല്ലാം ഇത് മറ്റെല്ലാ വാചകങ്ങളെയും പോലെയാണ്. വായന നിർത്തിയിട്ട് അതിന്റെ അനുബന്ധവാക്യം നോക്കി ആ ഉദ്ധരണിയെ അതിന്റെ യഥാർത്ഥ സന്ദർഭത്തിന്റെ പശ്ചാത്തലത്തിൽ വായിക്കുക. ചിലപ്പോഴൊക്കെ നിങ്ങൾ അമ്പരന്നു പോകും. എന്നാൽ പലപ്പോഴും നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത എല്ലാ തരത്തിലുമുള്ള രസകരമായ ബന്ധങ്ങളെ കാണുവാൻ കഴിയും. ഈ പരിശ്രമം പൂർണ്ണമായും പ്രയോജനമുള്ളതാണ്. നിങ്ങൾ ഇതുകൂടി അറിഞ്ഞിരിക്കണം. അതായത് ഈ മുന്നറിയിപ്പുകളെല്ലാം നിങ്ങളെ അസ്വസ്ഥമാക്കുവാൻ പോകുകയാണ്. അതാണ് ഇതിലെ കാര്യവും. എന്നാൽ അവയൊന്നും നിങ്ങളെ ഭയപ്പെടുത്തുവാനുള്ളതല്ല. അവയെല്ലാം യേശു വിസ്മയാവഹമായവൻ ആകയാൽ അവനെ ത്യജിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് നിങ്ങളെ കാണിക്കുവാനുള്ളതാണ്. ഈ മുന്നറിയിപ്പുകളെല്ലാം ഈ ലേഖനത്തിന്റെ വലിയ ഉദ്ദേശത്തെ സാധ്യമാക്കുന്നു. ദൈവസ്നേഹത്തിന്റെയും കരുണയുടെയും ആത്യന്തിക വെളിപ്പാടാണ് യേശു എന്ന് കാണിക്കുന്നു. ഇതാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിന്റെ ഉള്ളടക്കം.